രഞ്ജു ടീച്ചറിന്റെ പാലാച്ചാണ്. ഉള്ളി പറക്കിയാ പോലും എന്റെ 5 പൈസ ഇല്ല. നീ വിചാരിച്ച പൈസ ഒപ്പിക്കാൻ പറ്റും? എന്റെ പൈസ ഇല്ല അറിയാം. നിന്റെ പൈസ ഇല്ല, പക്ഷെ അക്ഷയന്റെ അടുത്തും വൈകയുടെ അടുത്തും ഫർഹാന്റെ അടുത്തുണ്ട് പൈസ. ആ പൈസക്ക് തൃശ്ശൂരും പോവാം, അവിടുത്തെ ആനയും കാണാം, ആന പുറത്തും കയറാം, ടീച്ചറിന്റെ വീട്ടിലും പോവാം. നീ പറഞ്ഞ പെണ്ണുങ്ങൾ ശുക്കന് പൈസ തരും. ഇപ്പൊ ചോര് പോ. ഹായ് അബി. കണ്ടടിക്കുള്ള ഭംഗി അതെങ്ങനെ അറിയാം? കണ്ടൂടെ? പോ അവിടുന്ന്. പിന്നെ വൈകി 500 രൂപ അയക്കണം. 500 എന്തിനാ? 700 തന്നെ അയക്കാമല്ലോ. അയച്ചിട്ടുണ്ട് കേട്ടോ. ശരി, ഒരു 500 രൂപ തരാൻ കാണും. ഇല്ല. അച്ചു, ഒരു 500 രൂപ തരാൻ കാണും. ജീപ്പേൽ അയച്ചു. ശരി. എന്തൊരു ആംബുലൻസിന്റെ സാറിന് വീട്ടിൽ പോണാ. ഞാൻ പൈസ വാങ്ങി മാത്രം പെണ്ണുങ്ങൾ എന്താ മുഖം തിരിച്ചു പോണാ? ഒരാളിയത് അങ്ങനെയല്ലടാ. നമ്മൾ പെണ്ണുങ്ങളായിട്ട് ഇടപഴകി അവിടുത്തെ പയ്യ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അവിടെ സുഖിപ്പിച്ച് വേണം പൈസ. എന്ത് പറ്റിയാ ബി? എന്റെ ഭാഗത്ത് നിനക്കറിയാലേ ഷിഫാരി വീട്ടിൽ എങ്ങനെ നടത്തുകയാണ്. പക്ഷെ ബിബി നമ്മളെ വിട്ട് തിരികെയാണ്. എന്താ പറ്റി? അവൻ ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ? അല്ല ഭാഗത്ത്, അവനൊരു ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്. അയ്യോ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് അവൻ ഉടനെ ഓപ്പറേഷൻ വേണം. പക്ഷെ ഓപ്പറേഷനുള്ള കാശ് ഒരു കാര്യം ചെയ്, ഈ മാല കൊണ്ട് പണയം വെച്ച് നീ പൈസ എടുത്തോ, എന്നിട്ട് അവന്റെ ജീവൻ രക്ഷിക്ക്. താങ്ക്സ് ഭാഗത്ത്. വെൽക്കം. ഇതാരാ? അബിയോ? ഇല്ല, എന്താ? ഇതെങ്ങനെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ വളച്ചെടുക്കണ? അവൻ പറഞ്ഞ നേരത്തെ കേട്ടില്ലേ, പെണ്ണുങ്ങളെ നൈസായിട്ട് അവരെ സുഖിപ്പിച്ച് എടുക്കണം. വേണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ക്യാഷ് ഇല്ല അബി. കാർഡുണ്ട്, അത് മതിയോ? തരാം. എന്ത് മുഖമൊക്കെ തിളങ്ങണ? നീ ഷേവ് ചെയ്താ? ചിട്ടി.